السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. അപ്പോൾ നമ്മളൊരു പുതിയ സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്, സിമ്പിൾ ഡീഡ്സ് വിത്ത് ഗ്രേറ്റ് റിവാർഡ്സ്. ചെറിയ ലളിതമായ കുറച്ച് പ്രവർത്തികൾ, പക്ഷെ ഒരുപാട് പ്രതിഫലം കിട്ടുന്ന കാര്യങ്ങൾ, അതിനെക്കുറിച്ച് നോക്കാം. അപ്പോൾ ഇന്ന് ആദ്യത്തെ സെഷനിൽ നമ്മൾ നിസ്കാരത്തെക്കുറിച്ചാണ് നോക്കുന്നത്. നിർബന്ധമായ നിസ്കാരം. നമുക്കറിയാം, ഇസ്ലാം കാര്യങ്ങളിൽ ഷഹാദത്ത് കലിമ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നിസ്കാരമാണ്. അപ്പോൾ ഈ ബേസിക്കായൊരു കാര്യം ചെയ്യുന്നതിൽ തന്നെ ഒരുപാട് കൂലി നമുക്ക് കിട്ടും എന്നാണ്. അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ ഒരു ബെഡ്വിൻ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്ത് കാര്യം അല്ലെങ്കിൽ എന്ത് അമൽ ചെയ്താലാണ് എനിക്ക് സ്വർഗ്ഗത്തിൽ കയറാൻ പറ്റുകയെന്ന്. ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് കൊടുത്ത മറുപടി എന്താണെന്ന് വെച്ചാൽ, അള്ളാഹുവിനെ ആരാധിക്കുക, അള്ളാഹുവിൽ പങ്കു ചേർക്കാതിരിക്കുക, 5 നേരം നിസ്കാരം നിലനിർത്തുക, സക്കാത്ത് കൊടുക്കുക, സമയമാകുമ്പോൾ റമദാൻ മാസത്തിൽ നോമ്പെടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ ആ ബെഡുവിൻ മറുപടി കൊടുക്കുന്നുണ്ട്, എൻ്റെ ജീവൻ ആരുടെ കയ്യിലാണുള്ളത്, അദ്ദേഹത്തിൻ്റെ പേരിൽ ഞാൻ സത്യം ചെയ്യുകയാണ്, ഇതിൽക്ക് ഞാൻ ഒന്നും ചേർക്കുകയില്ല, ഒന്നും കുറയ്ക്കുകയില്ല. ഇത് പറഞ്ഞുകൊണ്ട് അയാൾ തിരിയാണ് പോകാൻ വേണ്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റുള്ള സഹാബിമാരോട് പറയുന്നത്, സ്വർഗത്തിൻ്റെ അവകാശികളെ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഈ ആളൊരു നോക്ക് നിങ്ങൾ കണ്ടാൽ മതിയെന്ന്. ഇത് സഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പോൾ ഇവിടെ പറയുന്നൊരു കാര്യം എന്താണ്, നമ്മൾ ഒന്നും അതിലേക്ക് ചേർക്കുകയും ചെയ്യരുത്, ഒന്നും റിമൂവ് ചെയ്യുകയും ചെയ്യരുത്, അതിനൊന്നും ഒഴിവാക്കുകയും ചെയ്യരുത്. പിന്നെ ഇതിൽ സക്സസ് ഉണ്ടാവാൻ 2 കാര്യമാണ് നമ്മൾ നോക്കേണ്ടത്. സിൻസിയാരിറ്റി ഉണ്ടായിരിക്കണം, കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കണം. നമ്മൾ ബേസിക്കായ കാര്യങ്ങളിൽ സ്റ്റിക്ക് ഓൺ ചെയ്താൽ മതി, പക്ഷെ അത് ആത്മാർത്ഥമായിട്ടും എന്താ പറയുക, റെഗുലർലി നിർത്താതെ ചെയ്യാൻ വേണം. അല്ലാതെ ഞാൻ കുറച്ച് ദിവസം ചെയ്യും, പിന്നെ കുറച്ച് ദിവസം ചെയ്യില്ല, പിന്നെ എപ്പോഴെങ്കിലും തോന്നിയാൽ ചെയ്യും, അങ്ങനെയല്ല വേണ്ടത്. വേറൊരു ഹദീസിൽ, ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നിങ്ങളെക്കൊണ്ട് കഴിയുന്ന അത്രക്ക് നല്ല കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി. കാരണം ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് നിങ്ങൾ സ്ഥിരമായി ചെയ്യുന്നതാണ്, അത് വളരെ കുറച്ചാണെങ്കിൽ പോലും. അതുപോലെ വേറെ ഹദീസ് ബുഖാരി റിപ്പോർട്ട് ചെയ്തതിൽ പറയുന്നുണ്ട്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഡീഡ്സ് എന്ന് പറയുന്നത് വളരെ ചെറുതാണെങ്കിൽ പോലും നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് മുടങ്ങാതെ ചെയ്യുന്നതാണ് ഇഷ്ടം എന്ന്. അപ്പോൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുകയും വേണം, നമ്മളത് സ്ഥിരമായി ചെയ്യുകയും വേണം. ഈവൻ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ 1 2 ആണെങ്കിൽ പോലും കുഴപ്പമില്ല, ആ ചെയ്യുന്നത് നമ്മൾ നല്ല ആത്മാർത്ഥതയോടെ ചെയ്യുക, അതുപോലെ തന്നെ മുടങ്ങാതെ ചെയ്യുക. ഇനി നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഡീഡ് എന്ന് പറയുന്നത്, ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് അദ്ദേഹം നിർബന്ധമാക്കിയതാണ്. അല്ലാതെ എക്സ്ട്രാ ഉള്ള കാര്യങ്ങളെക്കാളും കൂടുതൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് ഏതാണ്? നിർബന്ധമാക്കിയ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഇനി വേറൊരു ഹദീസ് ബുഖാരിയും മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഒരു സഹാബി അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, ഏതാണ് ഏറ്റവും ബെസ്റ്റ് ഡീഡ് എന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്ന മറുപടി എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും ബെസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നിസ്കാരം അതിൻ്റെ സമയത്ത് നിർവഹിക്കലാണ് എന്നാണ്. അപ്പോൾ നമ്മളിത് മനസ്സിലാക്കേണ്ട കാര്യം, എന്ത് കാര്യം ചെയ്യുക, നമ്മൾ നേരത്തെ പറഞ്ഞില്ല പ്രോപ്പറായി ചെയ്യണമെന്ന്. ആ പ്രോപ്പറായി ചെയ്യുന്നതിന് അതിൻ്റെ സമയവും കൂടി, അല്ലാണ്ട് നമുക്ക് തോന്നുമ്പോൾ ചെയ്യലല്ല. ഇബ്നുൽ ഖയ്യിം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അത് സമയത്ത് ചെയ്യണം. അതായത് ഒരു ഗസ്റ്റ് ഉണ്ടെങ്കിൽ ആ സമയത്ത് ആ ഗസ്റ്റിനെ ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ മറ്റുള്ള സുന്നത്തായ വർഷിപ്പൊക്കെ ചെയ്തിട്ട് ആ ഗസ്റ്റിനെ അവോയ്ഡ് ചെയ്യലല്ല ചെയ്യേണ്ടത്. അതേപോലെ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് നമ്മൾ വേറെ വല്ല ഖുറാനോ എന്താണെങ്കിലും അതൊക്കെ നിർത്തിയിട്ട് ആ സമയത്ത് ചെയ്യേണ്ട വർഷിപ്പ് എന്താണ്, ബാങ്കിന് നമ്മൾ അതിനൊപ്പം ചെല്ലണ്ട, അത് പറയുക, അതിന് ശേഷമുള്ള പ്രാർത്ഥന, ഇതൊക്കെ ചെയ്യണം എന്നുള്ളതാണ്. അതായത് ഓരോന്നിനും അതിൻ്റെ സമയമാണ്. ഞാനൊരു നല്ല കാര്യം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ നിർത്തിയിട്ട് ആ സമയത്ത് എന്താണോ ചെയ്യേണ്ടത് അതാണ് ചെയ്യേണ്ടത്. കാരണം ശൈത്താൻ്റെ ഒരു ട്രിക്കാണ്, എന്താ പറയുക, അത്ര ഗുണമല്ലാത്ത എന്തെങ്കിലും കാര്യത്തിൽ നമ്മൾ ഇൻവോൾവ് ആക്കി ബിസിയാക്കി വെക്കുക എന്നുള്ളത്. എന്നിട്ട് നിർബന്ധമായ കാര്യങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ നല്ല കാര്യങ്ങളെ നമ്മൾ ഡിലേ ചെയ്യിപ്പിക്കുക. കൂടുതൽ കൂലി കിട്ടുന്ന കാര്യങ്ങളാണ് പിന്നെ ചെയ്യാൻ നമ്മളെക്കൊണ്ട് തോന്നുക. നിസ്കാരത്തിന് ഇനിയും സമയമുണ്ടല്ലോ, ബാങ്ക് കൊടുത്തിട്ടല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ അതിനും അരമണിക്കൂറുണ്ടല്ലോ എന്നിങ്ങനെ തോന്നിപ്പിക്കുന്നതാണ് ശൈത്താൻ്റെ ഒരു ട്രിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഒരിക്കലും നിസ്കാരം ഒരു പ്രത്യേക നമുക്ക് ചില സമയത്ത് നമുക്ക് മാറ്റേണ്ടി വരും, അല്ലെങ്കിൽ അത് വൈകിപ്പിക്കേണ്ടി വരും എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട്. അങ്ങനെ വാലിഡായിട്ടൊരു കാരണമില്ലാതെ ഒരിക്കലും നിസ്കാരം മാറ്റാനും പാടില്ല. നമ്മൾ
പ്രോപ്പർ ടൈമിന് ഫോക്കസ് ചെയ്തിട്ട് വേണം നിസ്കരിക്കാൻ. ഇനി നമുക്ക് നിസ്കരിക്കുന്നതിന് വുളു എടുക്കൽ നിർബന്ധമാണെന്ന് നമുക്കറിയാം അല്ലേ? അപ്പോൾ ഈ വുളു എടുക്കുന്നതിലും കുറേ റിവാർഡ്സ് ഉണ്ട്. അപ്പോൾ നമുക്കതെന്താണെന്ന് നോക്കാം. ഒന്ന്, വിൻ്ററിൽ വുളു എടുക്കുന്നത്. 2, വുളു കഴിഞ്ഞിട്ടുള്ള ദുആ. 3, വുളു കഴിഞ്ഞിട്ട് 2 റക്അത്ത് നിസ്കരിക്കുക എന്നുള്ളത്. ഇനി നമുക്കിത് ഓരോന്നും നോക്കാം കേട്ടോ. അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്ത, മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞതായിട്ട്, അതായത് ഞാൻ ഒരു കാര്യം പറഞ്ഞു തരട്ടെ, അള്ളാഹു നിങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയാനും നിങ്ങളുടെ സ്റ്റേറ്റസ് വർദ്ധിപ്പിക്കാനും ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോൾ സഹാബികൾ ആ റസൂലുള്ളാഹി പറഞ്ഞതായോ എന്ന് പറയുന്നു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നത് വെച്ചാൽ, കറക്റ്റായ സമയത്ത് നിങ്ങൾ ഓള് എടുക്കുക. ഈവൻ അത് ബുദ്ധിമുട്ടുള്ള സമയത്താണെങ്കിലും, അതായത് തണുപ്പൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ, തണുത്ത വെള്ളത്തിൽ ഓള് എടുക്കണ്ടേന്ന് ആലോചിച്ചിട്ട്. അങ്ങനെയുള്ള സമയത്ത് ഓള് എടുക്കുന്നത്, പിന്നെ പള്ളിയിലേക്ക് നടന്നു പോകുന്നതും, ഓരോ നിസ്കാരത്തിന് വേണ്ടിയിട്ട് നമ്മളെപ്പോഴും അടുത്ത നിസ്കാരത്തിന് വേണ്ടിയിട്ട് റെഡിയായി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, കോൺസ്റ്റൻ്റായിട്ട് റെഡി ആയിരിക്കുക. ഈ 3 കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പോൾ എന്താ പറയുക, നമുക്ക് അത്ര ബുദ്ധിമുട്ട് തോന്നുന്ന സമയത്ത്, പ്രത്യേകിച്ച് തണുപ്പ് കാലത്ത്, തണുത്ത വെള്ളമുള്ള സമയത്ത് നമ്മൾ ഒതു എടുക്കുന്നത് നമ്മളുടെ പാപങ്ങൾ മായ്ച്ചു കളയാനും നമ്മളുടെ റാങ്ക് അള്ളാഹുടെ അടുത്ത് റേസ് ചെയ്യാനും സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഇനി നമ്മൾ രണ്ടാമത് പറഞ്ഞ കാര്യം, വുളു എടുത്ത് കഴിഞ്ഞിട്ടുള്ള ദുആ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണ്, വുളു എടുത്തു കഴിഞ്ഞ് എന്നിട്ട് ഈ ദുആ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി സ്വർഗത്തിൻ്റെ വാതിലുകൾ, ഗേറ്റുകൾ തുറക്കപ്പെടാതിരിക്കില്ല എന്നാണ്. എന്നിട്ട് എല്ലാ ഗേറ്റുകളും തുറക്കും, നമുക്ക് ഏതിലേ വേണമെങ്കിലും കയറി പോകാമെന്നാണ്. സഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണത്. അപ്പോൾ നമുക്കറിയാലോ എന്താണ് പ്രാർത്ഥന. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനത്ത് തവ്വാബീന വജഅൽനി മിനൽ മുതത്തൊഹിരീൻ. അപ്പോൾ ആദ്യം നമ്മൾ അള്ളാഹു അല്ലാതെ വേറെ ഇലാഹില്ല, അദ്ദേഹത്തിൽ പങ്കു ചേർക്കുന്നില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ അടിമയും ദൂതനാണെന്ന് നമ്മൾ സാക്ഷ്യപ്പെടുത്തുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അള്ളാഹുവിനോട് പറയുന്നത്, അള്ളാഹുവേ ഞങ്ങളെ പശ്ചാത്തപിക്കുന്ന, തൗബ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ. അതുപോലെ ഞങ്ങളെ മുതത്തൊഹിരീൻ, പ്യൂരിഫൈ ചെയ്ത് ക്ലീൻ ആക്കുന്ന, ശുദ്ധിയാക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണമേ എന്ന്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്ക്, ജസ്റ്റ് ഓള് എടുത്ത് ഒരു ദുആ ചെയ്താൽ നമുക്ക് കിട്ടുന്ന റിവാർഡുകളാണ്, പ്രതിഫലങ്ങളാണ് ഇതൊക്കെ. ഇനി ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിലാലിനോട് ചോദിക്കുന്നുണ്ട്, നീ ചെയ്ത ഏറ്റവും നല്ല കാര്യം എന്താണ് ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം? കാരണം നിൻ്റെ കാൽപ്പാടുകൾ എന്നെക്കാളും മുമ്പിൽ ഞാൻ സ്വർഗത്തിൽ കേട്ടു എന്ന് ബിലാലിനോട് പറയുന്നുണ്ട്. അപ്പോൾ ബിലാൽ റിപ്ലൈ ചെയ്തൊരു കാര്യമുണ്ട്, പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല, പറയാൻ മാത്രമൊന്നും ചെയ്തിട്ടില്ല. ആകെ ചെയ്തിട്ടുള്ളത് ഒതു എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ, പകലായിക്കോട്ടെ രാത്രി ആയിക്കോട്ടെ, ഞാൻ നിസ്കരിക്കുമായിരുന്നു. അതുപോലെ തന്നെ വേറൊരു ഹദീസിൽ, ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, ആരെങ്കിലും വുളു എടുത്ത്, അത് പ്രോപ്പറായിട്ട് വുളു എടുത്ത് എന്നിട്ട് നന്നായിട്ട് ഫോക്കസ് ചെയ്തിട്ട് 2 റക്അത്ത് നിസ്കരിച്ച് കഴിഞ്ഞാൽ, വേറെ റിപ്പോർട്ടിൽ പറയുന്നത് വേറെ ഒന്നും ചിന്തിക്കാതെ എന്ന്, അതായത് ഫുൾ കോൺസെൻട്രേഷനിൽ നിസ്കരിച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പാപങ്ങൾ മുഴുവനും പൊറുക്കപ്പെടുന്നു. വേറെ റിപ്പോർട്ടിൽ സ്വർഗം ഗ്യാരണ്ടി ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഓളു എടുത്തതിന് ശേഷം 2 റക്അത്ത് നിസ്കരിക്കുന്നതിന് കിട്ടുന്ന കൂലി. ഇനി പറയാൻ പോകുന്നത് നമുക്ക് നിസ്കാരത്തിൽ കൂടെ ആഡ് ചെയ്യാൻ പറ്റുന്ന ചെറിയ സിമ്പിൾ ഹാബിറ്റ്സ് ആണ്. ഒന്ന്, ആണുങ്ങൾക്ക് പള്ളിയിൽ നിസ്കരിക്കുക എന്നുള്ളതും, പെണ്ണുങ്ങൾക്ക് വീട്ടിലുള്ളത് ആരാണോ, 2 ആളുള്ള വീട്ടിലെങ്കിൽ ആ 2 പേരും കൂടി ജമാഅത്തായിട്ട് നിസ്കരിക്കുക. അതുപോലെ പള്ളിയിൽ പോകുന്നവർ പള്ളിയിലേക്ക് നടന്നു പോവുക, ഒന്നാമത്തെ സഫിൽ നിസ്കരിക്കുക. അതുപോലെ തന്നെ ആമീൻ കുറച്ച് ഒച്ചത്തിൽ പറയുക, ഖുശൂ, ഫോക്കസ് ചെയ്ത് അതിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് നിസ്കരിക്കുക. ഇനി നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നതിൻ്റെ കൂലി എന്താ, 27 ഇരട്ടി കൂടുതലാണ്. റമദാനിൽ അത് പിന്നെയും എത്രയോ ഇരട്ടിയാവാൻ പോവാണ്. അപ്പോൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നതിനേക്കാളും നല്ലത് എപ്പോഴും കൂടെ ഒരാളുള്ള കൂടെ എന്നുണ്ടെങ്കിൽ ആ 2 പേരും കൂടി ജമാഅത്തായിട്ട് നിസ്കരിക്കുക. നീ നിസ്കരിച്ച് ചെയ്തിട്ട് ഞാൻ നിസ്കരിക്കുക, അല്ലെങ്കിൽ ഉമ്മ നിസ്കരിക്കുന്നിട്ട് ഞാൻ നിസ്കരിക്കുക, അല്ലെങ്കിൽ മോൾ നിസ്കരിക്കുക ഞാൻ നിസ്കരിക്കുക, ആ ഒരു സംഭവം വേണ്ട. വീട്ടിൽ ഉള്ളവർ 2 ആളാണെങ്കിൽ 2 പേരും കൂടി എല്ലാം മാറ്റി വെച്ചിട്ട് ആ ഒരു സമയത്ത് ഒരുമിച്ചാണ് നിസ്കരിക്കാൻ നോക്കുക. പിന്നെ പള്ളിയിലേക്ക് നടക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞു അല്ലേ.
എപ്പോൾ നമ്മൾ പോവുകയാണെങ്കിലും പരമാവധി നടന്നു പോകാൻ ശ്രമിക്കുക. കാരണം എന്താണ്? മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്താണ്? ആരൊരാൾ സ്വന്തം പ്യൂരിഫൈ ചെയ്ത്, അതായത് ഒളു എടുത്ത് എന്നിട്ട് അള്ളാഹുവിൻ്റെ വീട്ടിലേക്ക്, അതായത് പള്ളിയിലേക്ക് നടന്ന് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഡ്യൂട്ടി അള്ളാഹുവിനെ ജോയിൻ ചെയ്യാനുള്ള ഡ്യൂട്ടി ചെയ്യാനുള്ള അങ്ങനെ ചെയ്യുന്ന ഒരാൾക്ക് ഓരോ 2 സ്റ്റെപ്പ് എടുക്കുമ്പോൾ ഒരു സ്റ്റെപ്പിൽ അദ്ദേഹത്തിൻ്റെ പാപം പൊറുക്കപ്പെടും. അടുത്ത സ്റ്റെപ്പിൽ അദ്ദേഹത്തിന് 1 ഡിഗ്രി സ്റ്റാറ്റസിൽ ഉയർത്തപ്പെടുന്നു. ഫസ്റ്റത്തെ സഫിൽ നിൽക്കുന്നതിൻ്റെ കൂലികളെ കുറിച്ചാണ് അടുത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്താണ്, ഇപ്പോൾ ആളുകൾക്ക് ആദ്യത്തെ സഫിൽ, അതായത് ബാങ്ക് കേട്ടിട്ട് ആദ്യത്തെ സഫിൽ നിൽക്കുന്നതിൻ്റെ പ്രതിഫലം അറിയുമായിരുന്നെങ്കിൽ ആ ഒരു കാര്യം ആരാ ഫസ്റ്റ് സഫിൽ നിൽക്കുക എന്നുള്ള ആ ഒരു ഇതുണ്ടല്ലോ, ആ തർക്കം സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നറുക്കെടുക്കലേ നിവൃത്തിയുള്ളെങ്കിൽ അതുവരെ അവർ ചെയ്യുമായിരുന്നു എന്ന് ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ്. കാരണം അത്രക്കും കൂലിയാണ് ഫസ്റ്റത്തെ സഫിനുള്ളത്. അതുപോലെ വേറൊരു ഹദീസിൽ പറയുന്നുണ്ട്, അള്ളാഹും മലക്കുകളും ഫസ്റ്റ് സഫിൽ നിൽക്കുന്നവരുടെ മേലെ ബ്ലെസ്സിങ്സ്, അനുഗ്രഹങ്ങൾ സെൻഡ് ചെയ്യും എന്നുള്ളത്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ സഫിൻ്റെ അടുത്ത് കൂടെ നടന്നിങ്ങനെ പോയിട്ട് അവരുടെ എന്താ പറയുക ഫ്രണ്ടിലും ബാക്കിലും ഇങ്ങനെ തടവിയിട്ട് ആരും നിങ്ങളുടെ സഫ് നേരെയാക്കാതിരിക്കല്ലേ എന്ന് പറയാറുണ്ടായിരുന്നു. അപ്പോൾ ഒരിത്തിരി നേരത്തെ പള്ളിയിൽ വന്നാൽ നമുക്കിതൊക്കെ കിട്ടുന്ന കാര്യമാണ്. നടന്ന് പള്ളിയിലേക്ക് തിരക്ക് കൂട്ടണ്ട, നമുക്ക് നടന്ന് വരാൻ പറ്റും. അതുപോലെ ഫസ്റ്റ് സഫിൽ കിട്ടാൻ പറ്റും. പിന്നെ എത്ര നേരം പള്ളിയിലിരിക്കുന്നോ അത്രയും നേരം ആ ഒരു കൂലി കിട്ടിക്കൊണ്ടിരിക്കും. പള്ളിയിൽ എത്ര നേരം ഇരിക്കുന്നോ അത്രയും നേരം മലക്കുകൾ അള്ളാഹു ഇയാൾക്ക് പുറത്ത് കൊടുക്കുക, ഇയാൾക്ക് പുറത്ത് കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അത്രേ. അപ്പോൾ ഒരിത്തിരി പള്ളിയിലേക്ക് നേരത്തെ എത്തുന്നത് എപ്പോഴും നല്ല കാര്യമാണ്. അത് മാത്രമല്ല, ബാങ്കിന് മുമ്പ് എത്തുകയാണെങ്കിൽ ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും ഇടയിലുള്ള സമയം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ്. അപ്പോൾ ആ ഒരു സമയം ഉപയോഗപ്പെടുത്താൻ പറ്റും. അതുപോലെ സുന്നത്ത് നിസ്കാരങ്ങൾക്ക് ഇതൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റും പള്ളിയിൽ ഒരിത്തിരി നേരത്തെ എത്തുകയാണെങ്കിൽ. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇമാം ആമീൻ പറയുമ്പോൾ നമ്മൾ ആമീൻ പറയണം. കാരണം ആര് ആമീൻ പറയുന്നത് മലക്കുകൾ ആമീൻ പറയുന്നതിനോട് കോയിൻസൈഡ് ചെയ്യുകയാണെങ്കിൽ അയാളുടെ മുമ്പത്തെ പാപങ്ങൾ മുഴുവൻ പൊറുക്കപ്പെടുന്നു. ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പോൾ ഇമാം ആമീൻ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മളും ചെറിയൊരു ഇതിലെങ്കിലും ആമീൻ എന്ന് അതിനോടൊപ്പം പറയുക. കാരണം മലക്കുകൾ ആ സമയത്ത് ആമീൻ പറയുന്നുണ്ട്. ലാസ്റ്റ് നമ്മൾ പറഞ്ഞതാണ് ഖുശൂഅോടെ നിസ്കരിക്കുക എന്നുള്ളത്. കോൺസെൻട്രേഷൻ, നമ്മൾ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഒഴിവാക്കണം. അതിന് ശരിക്കും പറഞ്ഞാൽ ഒച്ച അനക്കമൊന്നും ഇല്ലാത്തൊരു റൂമിലോ വല്ല പീസ്ഫുൾ കോർണറിൽ പോയിട്ട് നിസ്കരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് 5 നിസ്കാരം അള്ളാഹു നിർബന്ധമാക്കിയത്. അത് ആരാണോ ഒളു പ്രോപ്പറായിട്ട് എടുത്ത് സമയത്തിന് നിസ്കരിച്ച് റുക്കുവും സുജൂദൊക്കെ കറക്റ്റായിട്ട് ചെയ്ത് കറക്റ്റ് പെർഫെക്റ്റ് ഖുശൂവോടുകൂടി ചെയ്യുന്നത്, അവർക്ക് അള്ളാഹുവിൻ്റെ ഒരു വാഗ്ദാനമുണ്ട്, പ്രോമിസ് ഉണ്ട്. എന്താണ്? അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടും. പക്ഷേ ഈ സംഭവങ്ങളൊക്കെ ചെയ്യാത്തവർക്ക് അങ്ങനെ പ്രോമിസ് ഒന്നുമില്ല. അള്ളാഹുവിന് തോന്നുകയാണെങ്കിൽ, അള്ളാഹു വിഷ് ചെയ്യുകയാണെങ്കിൽ അള്ളാഹു പൊറുക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ അള്ളാഹു പണിഷ് ചെയ്യുന്നതാണ്. അതായത് നമ്മൾ ഖുശൂവോടല്ല നിസ്കരിക്കണമെങ്കിൽ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒന്ന് കറക്റ്റ് അല്ല ചെയ്യണമെങ്കിൽ അള്ളാഹുവിന് തോന്നുകയാണ്, അള്ളാഹുവിൻ്റെ എന്താ പറയുക ഡിസ്ക്രിപ്ഷനിലെ കാര്യം ഇരിക്കുന്നത്. വേണമെങ്കിൽ അദ്ദേഹം പുറത്ത് കൊടുക്കാം, അല്ലെങ്കിൽ പണിഷ് ചെയ്യാം എന്നുള്ള രീതിയിൽ. അതുപോലെ തന്നെ നമുക്കറിയാലോ, നമ്മൾ സൂറ ഫാത്തിഹ ഓതുമ്പോൾ ഓരോ ആയത്ത് നമ്മൾ ഓതുമ്പോഴും അതിന് മറുപടിയായിട്ട് അള്ളാഹു മറുപടി പറയുന്നുണ്ട് എന്ന്. അപ്പോൾ അത് അള്ളാഹു ഡയറക്റ്റ് നമ്മളോട് പറയുന്നതായിട്ടൊക്കെ ചിന്തിച്ച് നോക്കി. അപ്പോൾ നമുക്ക് നിസ്കാരത്തിൽ കംപ്ലീറ്റ് ഫോക്കസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നിസ്കാരത്തിൽ ഓതുന്ന കാര്യങ്ങളുടെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതിനോടൊപ്പം ഓതുമ്പോൾ ആ അർത്ഥത്തിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്ക് വീണ്ടും നിസ്കാരത്തിൽ ശ്രദ്ധിക്കാൻ പറ്റും. ഇനി നമ്മളുടെ നിസ്കാരം എത്രത്തോളം ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, അള്ളാഹു എത്ര സ്വീകരിക്കുന്നുണ്ടെന്ന് എങ്ങനെ അറിയാം നമുക്ക്? സ്കോളേഴ്സൊക്കെ പറയുന്നത്, പണ്ഡിതന്മാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എത്രത്തോളമാണ് നിസ്കാരത്തിൽ ശ്രദ്ധ കൊടുക്കുന്നത്, എത്രത്തോളം നമ്മൾ ശൈത്താൻ്റെ എന്താ പറയുക വിസ്പേഴ്സിന് എഗെയിൻസ്റ്റ് ഫൈറ്റ് ചെയ്യണത്, അത്രത്തോളമാണ് നമുക്ക് കൂലി കിട്ടുക എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഒരാൾ നിസ്കരിച്ചിട്ട് അതിൽ 10-1 മാത്രം റെക്കോർഡ് ചെയ്യപ്പെടും. അല്ലെങ്കിൽ 9-1, അല്ലെങ്കിൽ 8-1, അല്ലെങ്കിൽ 7-1, അല്ലെങ്കിൽ 6-1, അല്ലെങ്കിൽ 5-1, അല്ലെങ്കിൽ 4-1, അല്ലെങ്കിൽ 3-1 ഓർ പകുതി.
അപ്പോൾ അതായത് കണക്ക് പലർക്കും പല അളവിലാണ് നിസ്കാരം അവിടെ സ്വീകരിക്കപ്പെടുന്നത്. നമ്മൾ ഈ എക്സർസൈസ് പോലെ അല്ലെങ്കിൽ തിരക്ക് പിടിച്ച് എന്തൊക്കെയോ ഓതിയാണ് നിസ്കരിച്ച് പോകുമ്പോൾ എത്രത്തോളം ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ശരിക്ക്. ഇനി ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ റഹിമഹുല്ലാഹ് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ നിസ്കാരത്തിന് ഒരു 5 ലെവൽ ഉണ്ടെന്നാണ് പറയുന്നത്. ആദ്യത്തെ സോറി, അഞ്ചാമത്തെ ലെവൽ എന്ന് പറഞ്ഞാൽ അവഗണിക്കപ്പെടുന്ന അല്ലെങ്കിൽ തെറ്റായ ഒരു ഇതാണ്. അത് വുളു കറക്റ്റ് എടുക്കാതെ, നിസ്കാരം സമയത്തിന് നിസ്കരിക്കാതെ, പറഞ്ഞ രീതിയിൽ കറക്റ്റ് അതിൻ്റെ എസെൻഷ്യൽ പില്ലേഴ്സ്, അതായത് നിസ്കാരം നിർബന്ധമായ കാര്യങ്ങൾ അതൊക്കെ ചെയ്യാണ്ട് പകുതി ചെയ്ത് അങ്ങനെ ഒരു ഇതിൽ നിസ്കരിച്ച് പോണത്. ഈ നിസ്കാരം ആണ് അഞ്ചാമത്തെ ലെവൽ. ഇനി നാലാമത്തെ ലെവൽ എന്ന് പറയുന്നത് ഒരാൾ നിസ്കാരത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് കറക്റ്റ് ടൈമിൽ നിസ്കരിച്ച് വുളുവൊക്കെ എടുത്ത്, പക്ഷേ ഇതൊക്കെ ചെയ്തത് വേസ്റ്റായി പോവാണ്. കാരണം നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ശൈത്താൻ്റെ വിസ്പറിങ്സ് കേൾക്കുക, അല്ലെങ്കിൽ വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ ആലോചിച്ച് നിസ്കരിക്കുന്നത്. നിസ്കരിക്കുന്നുണ്ടെന്നുള്ള, പക്ഷെ ആൾ ഇവിടെ അല്ല എന്ന് പറയില്ല. അതാണ് നാലാമത്തെ, ഡിസ്ട്രാക്റ്റഡ്. ഇനി മൂന്നാമത്തത് ദ സ്ട്രഗ്ലർ. ഈ ഡിസ്ട്രാക്ഷൻസിനെതിരെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരാൾ. അതായത് ഈ പറഞ്ഞ പോലെ നിസ്കാരം ഒളു ഒക്കെ ചെയ്ത് നിസ്കാരമൊക്കെ പ്രോപ്പറായിട്ട് നിസ്കരിച്ച് ശൈത്താൻ്റെ ഈ വിസ്പറിങ്സിനെ തോട്ട്സിനൊക്കെ ഓരോ ചിന്തകൾ വരുമ്പോൾ അപ്പത്തിനും അത് മാറ്റിക്കളഞ്ഞിട്ട് ഇങ്ങനെ ഖുറാനിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ, ശൈത്താൻ നിസ്കാരം സ്റ്റീൽ ചെയ്ത് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആൾ. അപ്പോൾ അയാൾ ശരിക്കും പറഞ്ഞാൽ നിസ്കാരത്തിലും അതിനോടൊപ്പം ജിഹാദിൽ ഏർപ്പെട്ടിരിക്കുക എന്ന് പറയുന്നത്. കാരണം സ്വന്തം നഫ്സിനെതിരെ ശൈത്താനെതിരെ ജിഹാദ് ചെയ്തിട്ടാണ് നിസ്കാരത്തിൽ ശ്രദ്ധിക്കാൻ ശ്രമിക്കുന്നത്. അതാണ് മൂന്നാമത്തെ ലെവൽ. ഇനി രണ്ടാമത്തെ ലെവൽ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നിസ്കരിക്കുന്നു, അതിൻ്റെ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റായിട്ട് ചെയ്യുന്നു, ഹൃദയം കൂടുതലും എന്താ പറയുക ഇതിൽ ഫോക്കസ് ചെയ്ത് ഒന്നും വേസ്റ്റ് ചെയ്യാതെ ഇതിൽ കംപ്ലീറ്റ്ലി പെർഫെക്റ്റ്ലി ചെയ്യുന്നുണ്ട്. മനസ്സ് ആ പ്രാർത്ഥനയിൽ മുഴുകി ചെയ്യുന്നുണ്ട്. അതാണ് ദ ഡിവോട്ടഡ്, ഫുള്ളി അവിടെ പ്രസൻ്റാണ്. ഇത് ലെവൽ 2 ആണ്. ഇനി ലെവൽ 1 എന്ന് പറയുന്നത് ബെസ്റ്റായിട്ടുള്ളത്, ഈ പറഞ്ഞതിൻ്റെ ഒക്കെ കൂടെ എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞ പോലെ ചെയ്ത്, പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അദ്ദേഹം കാണുന്നത് എന്താണ്, പടച്ചോൻ എന്നെ നോക്കുന്നു, എന്നെ കാണുന്നു എന്നുള്ള ആ ഒരു ഇതുണ്ടല്ലോ മനസ്സിൽ, പടച്ചവനോടുള്ള ആ ഒരു ശരിക്കും പറഞ്ഞാൽ ഇഹ്സാൻ്റെ ഏറ്റവും ടോപ്പ് ലെവൽ എന്ന് പറയാം. എന്താ പറയുക, ഒരു തോട്ട്സും മനസ്സിൽ വേറെ വരുന്നില്ല, ഒരു വിസ്പറിങ്സ് എല്ലാം മാഞ്ഞു പോയി. ഇനി ഒരു സ്ട്രഗിൾ ചെയ്യേണ്ട ആവശ്യമില്ല ആൾക്ക്. പടച്ചവൻ്റെ അദ്ദേഹത്തിൻ്റെ ഇടയിൽ ഒരു കവറിങ്ങും ഇല്ല. ഈ ആൾ ശരിക്ക് അള്ളാഹു അസ്സ വജലിനെ പ്ലീസ് ചെയ്യാൻ വേണ്ടി, സന്തോഷിപ്പിക്കാൻ വേണ്ടി ബിസിയാണ്. കംപ്ലീറ്റ്ലി എന്താ പറയുക, ഒന്നും അറിയുന്നു കൂടില്ല ചുറ്റും നടക്കണമെന്ന് അറിയില്ല. ഇനി നമ്മൾ പറഞ്ഞ ലെവൽ 5, നമ്മൾ എന്താ പറയുക ശ്രദ്ധയില്ലാത്ത കാര്യം, അവർക്ക് പണിഷ്മെൻ്റ് ഉറപ്പാണ്. അവർ നിസ്കരിക്കുന്നുണ്ടെങ്കിലും അവർക്ക് പണിഷ്മെൻ്റ് ഉറപ്പാണ്. ഇനി നാലാമത്തത് ചോദ്യം ചെയ്യപ്പെടും എന്ന് പറയുന്നത്, ഹെൽത്ത് ടു അക്കൗണ്ട്. മൂന്നാമത്തതാണ് ശരിക്കും പറഞ്ഞാൽ സ്വീകരിക്കപ്പെടുന്നത്, അദ്ദേഹത്തിൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടും. രണ്ടാമത്തതിന് ഭയങ്കര റിവാർഡുണ്ട്, കാരണം അള്ളാഹുവിനെ കൂടുതൽ ഫോക്കസ് ചെയ്ത്. ഒന്നാമത്തത് പറഞ്ഞില്ല, ഏറ്റവും പടച്ചവൻ്റെ എന്താ പറയുക ഏറ്റവും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരു ആളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളിതിൽ ഏത് ലെവലിലാണ് ഉള്ളത് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമുക്കതൊന്നും കൂടി ബെറ്റർ ആക്കാൻ പറ്റില്ലേ? ഒന്നിലേക്ക് എത്താൻ പറ്റില്ലെങ്കിൽ ഇപ്പം നമ്മൾ 5-ലാണെങ്കിൽ അത് 4-ലേക്ക് ആക്കാൻ ശ്രമിക്കാം, അല്ലെങ്കിൽ 3-ലേക്ക് ആക്കാൻ ശ്രമിക്കാം, അല്ലേ? ശരിക്കും പറഞ്ഞാൽ നമ്മൾ മുസ്ലിങ്ങളായിട്ടുള്ളവർ ഏറ്റവും മിനിമം ലെവൽ 3 ആയിരിക്കണം, 4ഉം 5ഉം ആവാൻ പാടില്ല എന്നാണ്. കാരണം നമ്മൾ ഫുൾ ഫോക്കസ് നിസ്കാരത്തിൽ കൊടുത്ത് ശൈത്താൻ്റെ ഇതിൽ നിന്ന് പരമാവധി ഫൈറ്റ് ചെയ്ത് ആ നിസ്കാരത്തിൽ ഫുൾ കോൺസെൻട്രേഷൻ കൊടുക്കാൻ പറ്റണം. പക്ഷെ പലപ്പോഴും നമ്മൾ നിസ്കാരത്തിന് കൈകെട്ടുമ്പോഴായിരിക്കും നമുക്ക് മറന്നുപോയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരിക, അല്ലേ? അത് ശരിക്കും ശൈത്താൻ്റെ പണിയാണത്. അപ്പോൾ നമ്മൾ നിസ്കാരത്തിൻ്റെ ഈ സുന്നകളും അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥങ്ങളോ അതിൻ്റെ കാര്യങ്ങളോ ഒക്കെ പഠിച്ച്, ഖുറാൻ്റെ അർത്ഥങ്ങളൊക്കെ പഠിച്ച് വന്നാലാണ് നമുക്കതിന് ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ഷൻ പ്ലാൻ. ആദ്യം നമ്മൾ ഖുശൂ ഉണ്ടാകാൻ വേണ്ടി അള്ളാഹുവിനോട് തന്നെ സഹായം തേടാം. പടച്ചോനെ, എന്നെ ശൈത്താൻ്റെ ഈ വിസ്പേഴ്സ് അല്ലെങ്കിൽ ചിന്തകളിൽ നിന്നൊക്കെ മാറ്റി നിർത്തി എനിക്ക് ഖുശൂ ഉണ്ടാവണേ, നിസ്കാരത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും ഫുൾ ശ്രദ്ധിക്കാനും പറ്റണേ എന്ന്.
പിന്നെ പറഞ്ഞ പോലെ ഫാത്തിഹ, സൂറത്തുകൾ ഇതിൻ്റെയൊക്കെ അർത്ഥം പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്കതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ ശ്രമിക്കുക. അപ്പോഴും കോൺസെൻട്രേഷൻ കൂടും. ആമീൻ ഉറക്കെ പറയുക. പിന്നെ സുന്ന നിസ്കാരങ്ങൾ, നഫിൽ സലാകളൊക്കെ ചെയ്യുക. കാരണം അത് ഈ നിർബന്ധമായ നിസ്കാരങ്ങളിൽ നമുക്ക് നഷ്ടപ്പെടുന്ന ചില പോരായ്മകൾ ഈ സുന്നത്ത് നിസ്കാരം കൊണ്ട് നമുക്ക് നികത്താൻ പറ്റും. അപ്പോൾ നമ്മളിന്ന് പറഞ്ഞത് ഏറ്റവും നല്ല നിസ്കാരം അതിൻ്റെ സമയത്ത് നിസ്കരിക്കലാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ വുളു എടുക്കണാണെങ്കിലും നിസ്കരിക്കലാണെങ്കിലും ഒരുപാട് റിവാർഡ്സ് ഉണ്ട് അതിൽ. നമ്മളെപ്പോഴും നിസ്കാരത്തിൽ ലെവൽ 3 ഓർ അതിന് മേലെ 2 ഓർ 1 ആവണം. അതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അതുപോലെ ഏറ്റവും കൂടുതൽ റിവാർഡ് കിട്ടണമെങ്കിൽ നിസ്കാരത്തിൽ ഫോക്കസ് ചെയ്യുക. അതിനായി ശ്രമിക്കുക. ഇനി നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ചോദ്യം, നമ്മൾ നിസ്കാരത്തിൽ ഏത് ലെവലിലാണെന്നും ഇന്ന് ചെയ്യാൻ പറ്റിയ ഒരു ചെറിയ ചേഞ്ച് എന്താണ്? അതിപ്പോൾ ചിലപ്പോൾ ഞാൻ നിസ്കരിക്കുന്ന സ്ഥലം മാറ്റാമെന്നായിരിക്കും. ഞാൻ നിസ്കരിക്കുന്ന ഹാളിൽ നിന്നുള്ളത് മാറ്റിയിട്ട് ആരുമില്ലാതെ റൂമിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ റൂമിൽ എല്ലാവരും ഇരിക്കണമെങ്കിൽ അപ്പുറം, അങ്ങനത്തെ ചെറിയൊരു ചേഞ്ച് വരെ ആവാം. പക്ഷേ ആ എന്ത് ചേഞ്ചാണ് ഞാനിന്ന് എടുക്കുക, അത് ചിന്തിച്ച് നമ്മൾ അത് പ്രാവർത്തികമാക്കണം. പിന്നെ നമുക്ക് ചെയ്യാവുന്നത് ഒരു ഹോംവർക്ക് പോലെ ഈ ഒരാഴ്ച നമ്മൾ ട്രാക്ക് ചെയ്യുക. ഞാൻ ഇന്ന് ഈ ഈ ആഴ്ചയിൽ ഏതൊക്കെ നിസ്കാരങ്ങളാണ്, അല്ലെങ്കിൽ ഇനി വരുന്ന ആഴ്ചയിൽ ഏതൊക്കെ നിസ്കാരങ്ങളാണ് സമയത്തിന് നിസ്കരിക്കുന്നത്, ഏതിലൊക്കെയാണ് ആമീൻ ഉറക്കെ പറയുന്നത്, ഏതിലാണ് എനിക്ക് ഖുശൂ ഉണ്ടാകാൻ പറ്റിയത്, അത് നമ്മൾ മാർക്ക് ചെയ്യുക. അപ്പം നമുക്ക് അങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റും. അപ്പോൾ സുബ്ഹാനല്ലാഹ്, നമുക്കൊരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരുപാട് റിവാർഡ് കിട്ടണമെങ്കിൽ ചെറിയ കാര്യങ്ങൾ, ചെറിയ ചേഞ്ചുകൾ വരുത്തിയാൽ മതി. നിസ്കാരം എന്ന് പറയുന്നത് സ്വർഗ്ഗത്തിലേക്കുള്ളൊരു താക്കോലാണ് അല്ലേ? അപ്പോൾ അത് നമുക്ക് ഏറ്റവും നല്ല ഇമ്പ്രൂവ് ആക്കാൻ നോക്കുക. ചെറിയ ചെറിയ ചേഞ്ചസ് കൊണ്ടുവരാം. നമുക്കെല്ലാവർക്കും അറിയുന്നൊരു ഹദീസുണ്ട്, തിർമിദി റിപ്പോർട്ട് ചെയ്തത്. എന്താണ്? പരലോകത്ത് ചെല്ലുമ്പോൾ അള്ളാഹ് ആദ്യം ചോദിക്കുന്ന, ഡേ ഓഫ് ജഡ്ജ്മെൻറ്റിൽ ആദ്യം ചോദിക്കുന്ന കാര്യം നിസ്കാരത്തെക്കുറിച്ചാണ് അല്ലേ? അപ്പോൾ ആ നിസ്കാരം ശരിയായി കഴിഞ്ഞാൽ ബാക്കിയൊക്കെ പിന്നെ കുറേ കൂടി ഈസി ആയിട്ട് പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ അള്ളാഹു നമുക്ക് നിസ്കാരം പെർഫെക്റ്റ് ആക്കാനുള്ള എബിലിറ്റി, ആ ഒരു കഴിവും ആ ഒരു സൗകര്യവും നമുക്ക് തരട്ടെ. നമ്മളുടെ ഏറ്റവും സോഴ്സ് ഓഫ് റിവാർഡ്, ഏറ്റവും കൂടുതൽ കൂലി കിട്ടുന്നത് ഇതിൽ നിന്നാക്കട്ടെ നമ്മളൊക്കെ. അമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. ജസാക്കുമുല്ലാഹു ഖൈറൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.